أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم 31 وعن أنس رضي الله عنه قال അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മറൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു, ബിംറഅത്തിൻ, ഒരു സ്ത്രീയുടെ അരികിലൂടെ നബി തങ്ങൾ നടന്നുപോയി. എങ്ങനെയുള്ള സ്ത്രീയാണ്? തബ്കി, ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൻദ ഖബറിൻ, ഒരു ഖബറിൻ്റെ അരികിൽ, ഒരു ഖബറിൻ്റെ അരികിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സഹോദരിയുടെ ചെറിയൊരു കുട്ടി മരിച്ചിട്ടുണ്ട്. ആ മരിച്ച ഖബറിൻ്റെ അടുക്കൽ നിന്നിട്ട് ഇങ്ങനെ കരയാണ്, ഉമ്മയാണല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ, ഇത്തഖില്ലാഹ, അള്ളാഹുവിനിക്ക് നീ ഭക്തി കാണിക്കണം, തഖ്വ ചെയ്യണം. വസ്ബിരി, നീ ക്ഷമിക്കുകയും വേണം, ക്ഷമ കൈക്കൊള്ളണം എന്ന് ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഫഖാലത്ത്, അപ്പോ ആ സ്ത്രീ പറഞ്ഞു, ഇലൈക അന്നി, ഇലൈക അന്നി, നിങ്ങൾ എന്നെ ഒഴിവാക്കി പോകൂ, നിങ്ങൾ എന്നെ ഒഴിവാക്കിയിട്ട് പോകൂ. ഫഇന്നക, തീർച്ചയായും നിങ്ങൾ, ലം തുസബ്, നിങ്ങൾക്ക് എത്തിയിട്ടില്ല, ബി മുസീബത്തി, എനിക്ക് പറ്റിയ മുസീബത്ത്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു മുസീബത്ത്, ഒരു പ്രയാസം നിങ്ങൾക്ക് എത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യം നോക്കി ഇവിടെ നിൽക്കാം, നിങ്ങൾ പൊയ്ക്കോളേ എന്ന് പറഞ്ഞു. വലം തഅരിഫുഹു, ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയില്ല, നബി തങ്ങളാണെന്ന് അറിയില്ല. ആരോ ഒരാളിങ്ങനെ പറയുന്നു എന്നാണ് കരുതിയത്. അപ്പോൾ ആ സ്ത്രീ തിരിച്ചു ഇങ്ങനെ പറഞ്ഞു, നബി തങ്ങളാണെന്ന് അറിയാതെ. ഫഖീല ലഹ, അവളോട് പറയപ്പെട്ടു, ഇന്നഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, നബി തങ്ങളാണത് പറഞ്ഞത്, എന്താ നിങ്ങൾ ചെയ്തത്? ഇങ്ങനെ പറയാൻ പറ്റുമോ? നബി തങ്ങളോടല്ലേ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞു. ക്ഷമ കുറവുകൊണ്ടാണത് ആ സ്ത്രീക്ക് സംഭവിച്ചത്. അങ്ങനെ അവർ ചെന്നു, ആ സ്ത്രീ ചെന്നു, ബാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതിലിൻ്റെ അടുക്കൽ ചെന്നു. അതായത് നബി തങ്ങളുടെ വീടുള്ള വാതിലിൻ്റെ അടുത്തെത്തി. ഫലം തജിദ്, ആ സ്ത്രീ കണ്ടില്ല, ഇൻദഹു, ആ വാതിലിൻ്റെ പരിസരത്ത്, ബവ്വാബീൻ, പാറാവുകാരെന്നും കണ്ടില്ല, കാവൽക്കാരെന്നും കണ്ടില്ല. നബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നത് നബി തങ്ങളുടെ അടുത്ത് നിന്ന് പൊരുത്തം വാങ്ങാൻ പോയതാണ്. പക്ഷെ നബി തങ്ങളുടെ വലിയൊരു ഭരണാധികാരിയാണല്ലോ. സാധാരണ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ വീട്ടിലേക്ക് റൂമിലേക്ക് കടക്കുമ്പോൾ
പാറാവുകാരുണ്ടാവും. അങ്ങനെ പാറാവുകാരൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഭയങ്കര വിനയത്തിൻ്റെ ആളാണല്ലോ. പാറാവുകാരോ കാവൽക്കാരോ ഒന്നുമില്ല. ഫഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, ലം അഅരിഫുക, നബിയെ നിങ്ങളാണ്, ഞാൻ അറിഞ്ഞിരുന്നില്ല, അറിയാതെ പറഞ്ഞു പോയതാണ്, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമസ്സബ്റു, തീർച്ചയായും ക്ഷമ, ഇൻദസ്സദമത്തിൽ ഊലാ, ആദ്യത്തെ ഘട്ടത്തിലാണ് വേണ്ടത്. ക്ഷമിക്കാൻ നമ്മൾ ക്ഷമ കൈക്കൊള്ളേണ്ടത് ആദ്യ ഘട്ടത്തിലാണ് വേണ്ടത്. അപ്പോൾ പൂർണ്ണമായ പ്രതിഫലം കിട്ടും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനത് ചെയ്യുന്നത് ശരിയല്ലല്ലോ, ക്ഷമിക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് പിന്നെ ക്ഷമിക്കും. അതിനേക്കാളും കൂലി, പൂർണ്ണമായ പ്രതിഫലം എപ്പോൾ കിട്ടും? ആദ്യഘട്ടത്തിൽ ക്ഷമിക്കുമ്പോൾ കിട്ടും. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഫീ റിവായത്തിൻ ലി മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ട്, തബ്കി അലാ സ്വബിയില്ലഹ, അങ്ങനെ ഉണ്ട്. ഇവിടെ അതില്ല. ഇവിടെ തബ്കി ഇൻദ ഖബരിന്നല്ലേ ഉള്ളൂ. പക്ഷെ മുസ്ലിം അള്ളാഹുവിൻ്റെ റിപ്പോർട്ടിൽ എങ്ങനെയുണ്ട്? തബ്കി, ആ പെൺകുട്ടി കരയുന്നു, സ്ത്രീ കരയുന്നു, അലാ സ്വബിയില്ലഹ, ആ പെൺകുട്ടിക്ക്, ആ സ്ത്രീക്കുള്ള കുട്ടിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയാം, ഓർത്തുകൊണ്ട് കരയാം എന്നുണ്ട്. അപ്പോൾ കുട്ടിയാണ് മരണപ്പെട്ട് കബറിൽ കിടക്കുന്നത്, ആ കബറിൻ്റെ അടുക്കൽ നിന്നാണ് സ്ത്രീ കരയുന്നത്. അപ്പോൾ ഇവിടെ ക്ഷമയുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾക്കും ആ സമയത്ത് ആദ്യഘട്ടത്തിലാണ് എന്ത് വേണ്ടത്? നമ്മൾ ക്ഷമ കൈക്കൊള്ളുന്നത് ആദ്യഘട്ടത്തിൽ. പിന്നെങ്ങനെ ആലോചിച്ചപ്പോൾ ക്ഷമിക്കാൻ തോന്നിയാലും കൂലി കിട്ടും, കൂലി കിട്ടൂല എന്നല്ല, പക്ഷെ ക്ഷമയുടെ ഒരു പ്രതിഫലമുണ്ട്. പൂർണ്ണമായ പ്രതിഫലം നമുക്കും കിട്ടുന്നത് ഇങ്ങനെയാണ്. 32. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു. ഖുദ്സിയായ ഹദീസാണ്. നബി തങ്ങൾ അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് പറയുകയാണെങ്കിൽ ഇത്തരം ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം, പരിശുദ്ധമായ ഹദീസ്. എന്താണ് അല്ലാഹു പറയുന്നത്? മാലി അബ്ദി, എൻ്റെ അടിമക്ക് ഇല്ല, അൽ മുഅ്മിനി, ഈമാനുള്ള മുഅ്മിനായ എൻ്റെ അടിമക്ക് ഇല്ല, ഇൻദി, എൻ്റെ അടുക്കൽ, ജസാഉൻ, ഒരു പ്രതിഫലവും ഇല്ല, ഒരു പ്രതിഫലവുമില്ല. മുഅ്മിനായ അടിമക്ക് എൻ്റെ അടുക്കൽ ഒരു പ്രതിഫലവുമില്ല. ഇദാ ഖബൽതു, ഞാൻ തിരിച്ചെടുത്ത സമയത്ത്, സ്വഫിയഹു, അവനക്ക് ഇഷ്ടപ്പെട്ടതിനെ. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഉദാഹരണം പറയാം, മകൻ മരണപ്പെട്ടു, അപ്പോൾ അള്ളാഹു ഖബൂൽ ചെയ്തു, അള്ളാഹു തിരിച്ചെടുത്തു. ആ സമയത്ത് മിൻ അഹ്ലി ദുനിയാവിൻ്റെ, ദുനിയാവിൻ്റെ ആളുകളിൽ, ബന്ധുജനങ്ങളിൽ, ദുനിയാവിലെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ നിന്നും അവൻ ഇഷ്ടപ്പെട്ട ഒന്നിനെ അള്ളാഹു ഖബൂൽ ചെയ്തു, മരിപ്പിച്ചു. സുമ്മഹ്തസബ, പക്ഷേ പിന്നെ അവൻ അതിനെ ക്ഷമിച്ച് പടച്ച റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് കൂലി ആഗ്രഹിക്കുകയും ചെയ്തു.
അപ്പോൾ ഒരു അടിമ അവന് ഇഷ്ടപ്പെട്ട ഒരാളെ അള്ളാഹു റൂഹ് പിടിച്ച് മരിപ്പിച്ചു. അതിൽ അവൻ ക്ഷമിക്കുകയും പടച്ച റബ്ബിൽ നിന്നും കൂലി ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു അടിമക്ക്, ഒരു മുഅ്മിനായ അടിമക്ക് ഇല്ല എന്തല്ലാതെ ഇല്ല, ഇല്ലൽ ജന്നത്ത, സ്വർഗമല്ലാതെ ഇല്ല, സ്വർഗമല്ല. അപ്പൊ എന്തുണ്ട് അവനക്ക്? സ്വർഗമുണ്ട്. അപ്പൊ മുഅ്മിനായ ഒരു അടിമക്ക് അവന് പ്രിയങ്കരമായ, ദുനിയാവിൽ നിന്നും അവന് പ്രിയങ്കരമായ ഒന്നിനെ അള്ളാഹു എടുത്തു. അത് ഭാര്യയാവാം, ഭർത്താവാകാം, അല്ലെങ്കിൽ മകനാവാം, ആരും ആവാം. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ ക്ഷമിച്ചു, അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെയുള്ള ആൾക്ക് എന്താണ് പ്രതിഫലമുള്ളൂ? സ്വർഗം. അവന് സ്വർഗം തീർച്ചയായും ലഭിക്കുന്നു. അപ്പൊ ക്ഷമ കൈക്കൊള്ളണം എന്ന് പഠിപ്പിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇഹ്തസബ, ഇഫ്തഅല ബാബാണത്. ഖബൽതു സുലാസി മുജറദ്. മുകളില് ഇത്തഖി, അത് ഇഫ്താലം ബാബാണ്. വഖാ എന്നാണ് അതിന്റെ മാദിയായ പേര് വരും. വഖാ. അതിന്റെ ഇഫ്തിയാല ബാബ് വന്നപ്പോൾ ഇത്തഖാ എന്ന് വായിക്കും. അതിന്റെ അമ്രായതുകൊണ്ടാണ് ഇത്തഖി. ഇസ്ബിരി അമ്രാണ്. പെണ്ണിനോടുള്ള കൽപ്പന ആയതുകൊണ്ട് ഇസ്ബിരി എന്ന് പറഞ്ഞു. ആണുങ്ങളോടാണെങ്കിൽ ഇസ്ബിറു എന്നാ പറയാ. ഇസ്ബിർ, ഇസ്ബിറ, ഇസ്ബിറു. ഇത് ഒരാളോടാണെങ്കിൽ ഇത്തഖി എന്ന് പറഞ്ഞു. പെണ്ണിനോട് യാ ഇട്ട് പറയണം. പെണ്ണുങ്ങളോട് കൽപ്പിക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് ഇഫ് അൽ എന്ന് പറഞ്ഞാൽ ഒരാണിനോട് കൽപ്പിക്കും. ഇഫ് അല രണ്ടാണുങ്ങളോട്. ഇഫ് അലു മൂന്നിൽ കൂടുതൽ ആളുകളോട്. ഇഫ് അലി ഒരു പെണ്ണിനോട്. ഇഫ് അല രണ്ട് പെണ്ണിനോട്. ഇഫ് അൽന രണ്ടിൽ കൂടുതൽ സ്ത്രീകളോട്. ഓക്കെ, 33 നോക്കാം. وعن عائشة رضي الله عنها. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, അന്നഹ സഅലത്, അവർ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അനി ത്വാഊൻ, ത്വാഊനിനെ സംബന്ധിച്ച് ചോദിച്ചു. പ്ലേഗ് രോഗം. ഫഅഖ്ബറഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് മറുപടി പറഞ്ഞു. അന്നഹു കാന അദാബൻ, പ്ലേഗ് ഒരു ശിക്ഷയാണ്. യബ്അസുഹുല്ലാഹു, അള്ളാഹു ആ ശിക്ഷയെ ഇറക്കിക്കൊടുക്കും, അയച്ചു കൊടുക്കും. അലാ മൻ യശാഉ, അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിച്ചവർക്ക് അത് കൊടുക്കും. ഫജഅലഹു, ആ പ്ലേഗിനെ അവനാക്കും, അള്ളാഹു ആക്കും. ഫജഅലഹു അല്ലാഹു തആല, അല്ലാഹു തആല പ്ലേഗ് രോഗത്തിനെ ആക്കും. റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമാക്കി കൊടുക്കും. ഫലൈസ, പറഞ്ഞു വിശദീകരിക്കുകയാണ്. ഫലൈസ മിൻ അബ്ദിൻ യഖഉ ഫി ത്വാഊൻ, ഫലൈസ ഇല്ല, മിൻ അബ്ദിൻ അടിമക്ക് ഇല്ല, യഖഉ ഫി ത്വാഊൻ ത്വാഊനിൽ പെട്ടുകിടക്കുന്ന, പ്ലേഗ് രോഗത്തിൽ പെട്ടുകിടക്കുന്ന അടിമക്ക് ഇല്ല. അപ്പോൾ അടിമയിൽ അവനക്ക് പ്ലേഗ് രോഗം പിടിപെട്ടു. ഫയംകുസു, അവൻ താമസിക്കുകയും ചെയ്തു. ഫി ബലദിഹി, അവന്റെ നാട്ടിൽ എന്ത് ചെയ്തു? അവൻ താമസിച്ചു, അവിടെ തന്നെ നിന്നു. സാബിറൻ, ക്ഷമിച്ചുകൊണ്ട്. മുഹ്തസിബൻ, പടച്ച റബ്ബിൽ നിന്നും
കൂലി ആഗ്രഹിച്ചുകൊണ്ടും യഅലമു അവൻ ഉറപ്പിക്കുന്നു, ശ്രദ്ധിക്കണേ, അന്നഹു തീർച്ചയായിട്ടും ലാ യുസീബുഹു അവനിക്ക് എത്തുകയില്ല ഇല്ലാമാ കതബല്ലാഹു ലഹു അള്ളാഹു കണക്കാക്കിയതല്ലാതെ എത്തൂല എന്ന് ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ പ്ലേഗ് രോഗം പിടിപെട്ട ഒരു മനുഷ്യൻ അവൻ ആ നാട്ടിൽ തന്നെ നിന്നു, ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ട് ആ നാട്ടിൽ തന്നെ നിന്നു. അവൻ ഉറപ്പാണ് അള്ളാഹു കണക്കാക്കിയത് സംഭവിക്കും. ഇത് മരിക്കാനാണെങ്കിൽ മരിക്കും, അത് അള്ളാഹ് കണക്കാക്കുന്ന വെച്ചെങ്കിൽ അള്ളാഹുവിൻ്റെ ഖദർ ഖലാ അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കും. അങ്ങനെ വിശ്വസിച്ച് ക്ഷമിച്ച് കൂലി ആഗ്രഹിച്ച് ആ നാട്ടിൽ താമസിക്കുന്ന വ്യക്തിക്ക് ഇല്ല കാനലഹു അവനക്കുണ്ടായിട്ടല്ലാതെ മിസിലു അജ്രി ഷഹീദി ഷഹീദിന് ലഭിക്കുന്ന, രക്തസാക്ഷിക്ക് ലഭിക്കുന്ന കൂലി പോലോത്തത് ഷഹീദിന്. അങ്ങനെ അവൻ മരണപ്പെട്ടു. അപ്പൊ ഷഹീദിന് കിട്ടുന്ന പ്രതിഫലം അവന് കിട്ടും. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാരകമായ രോഗമുള്ള സ്ഥലത്ത് എത്തിപ്പെട്ട ആളുകൾ വേറൊരു സ്ഥലത്തേക്ക് പോകരുത് എന്നാണ്. ഈ വേറൊരു സ്ഥലത്ത് അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ അങ്ങോട്ടും പോകരുത് എന്നാണ്. അപ്പോൾ ഇത് ആ നാട്ടിൽ ഒരാൾക്കുണ്ടായി. പകരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾക്ക് എന്തായാലും ഉണ്ടാവില്ല, അത് പകർന്നിട്ടാവില്ല, അയാളൊന്ന് പിന്നെയാണ് പകരുള്ളൂ. ഏത് സംഗതിയും തുടക്കത്തിലുണ്ടാകുമ്പോൾ അതിന് മോഡൽ വേറെ ആയിരിക്കും. പകരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായത് പകരാതെയാണല്ലോ, അത് അള്ളാഹു കൊടുത്താണല്ലോ. പകരുകയാണെങ്കിലും അള്ളാഹു തല കൊടുക്കുന്ന തന്നെയാണ്. അപ്പോൾ ആ നാട്ടിൽ ക്ഷമിച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ. അങ്ങനെ അവന് കണക്ക് കൂട്ടി, ഏതൊക്കെ അള്ളാഹ് കണക്കാക്കിയതല്ലേ, എന്നാൽ അവന് ഷഹീദിന്, രക്തസാക്ഷിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഓരോത്തത് അവന് ലഭിക്കും. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? കിട്ടും. ശുഹദാക്കൾ രണ്ട് രൂപത്തിലുണ്ട്. 3 സൈസ് ശുഹദാക്കളുണ്ട്. 2 അതിൽ അള്ളാഹു സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ആശീർവാദം കിട്ടിയവരാണ്. ഒന്ന് പിന്നെ പ്രോത്സാഹിപ്പിക്കാത്ത ഷഹീദാണ്. ഒന്നാമത്തെ ഷഹീദ് ഒറിജിനൽ ഷഹീദ്. ഇസ്ലാമിക രാജ്യത്ത് ഭരണാധികാരി യുദ്ധത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ പ്രതിഫലം ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ കലിമത്ത്, ഇസ്ലാം ദീന് നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ യുദ്ധം ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ചവരാണ് ഒറിജിനൽ ഷഹീദ്. ഇവർ ദുനിയാവിലും ഷഹീദാണ്, ആഖിറത്തിലും ഷഹീദാണ്. ഇവർക്ക് ദുനിയാവിൽ എന്ത് ചെയ്യണം? മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം? മറവ് ചെയ്യണം എന്നാണ് അവർ ധരിച്ച വസ്ത്രത്തിൽ തന്നെ. കാരണം അത് സാക്ഷ്യം, രക്തം സാക്ഷ്യം വഹിക്കും അല്ലാഹുവിൻ്റെ. പിന്നൊരു ഷഹീദുണ്ട്, തീയിൽ പെട്ട് മരിച്ചു, വെള്ളത്തിൽ മുങ്ങി മരിച്ചു, മാരകമായ രോഗങ്ങൾ പിടിപെട്ട് മരിച്ചു, ഭൂമി കുലുക്കത്തിൽ മരിച്ചു. ഇവർ പരലോകത്ത് ഷഹീദിൻ്റെ പ്രതിഫലമാണ് ഇവർക്ക് കിട്ടുക. പരലോകം, ദുനിയാവിൽ ഇവരെ മയ്യത്ത് കുളിപ്പിക്കണം, നിസ്കരിക്കണം, കഫൻ ചെയ്യണം, മറവ് ചെയ്യണം, അതൊക്കെ ചെയ്യണം. എന്നാൽ ദുനിയാവിൽ ഷഹീദിൻ്റെ ഒരു രൂപമുണ്ട്, പക്ഷെ ആഖിറത്തിൽ ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടാത്ത ഒരു ടീമുണ്ട്. അതാരാ? യുദ്ധത്തിന് നേരത്തെ പറഞ്ഞ പോലെ യുദ്ധത്തിന് പോയി, പക്ഷെ അവൻ്റെ ഉദ്ദേശം തരുന്നു, ഞാൻ വലിയ ധീരനാണ് എന്ന് പറയണം.
ഞാൻ ധൈര്യമുള്ള ആളാണ്, ഞാൻ യുദ്ധത്തിനൊക്കെ പോണ ആളാണെന്ന് എല്ലാവരും പറഞ്ഞ് ബഹുമാനമൊക്കെ കിട്ടണം എന്നാണ് അവൻ്റെ ആഗ്രഹം. പക്ഷെ അവന് യുദ്ധത്തിന് പോയ അവൻ്റെ മനസ്സിലുള്ളത് ആർക്കും അറിയില്ലല്ലോ. ദുനിയാവിൽ അവന് ഷഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും, പരലോകത്ത് അവന് ശുഹദായിൻ്റെ പ്രതിഫലം കിട്ടൂല. ഇങ്ങനെ 3 ഷഹീദുണ്ട്. ഈ പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ ഷഹീദാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? 34. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നല്ലാഹ അസ്സ വജല്ല ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു പറയാണ്, അല്ലാഹു ഇദബ്തലൈതു, ഞാൻ പരീക്ഷിക്കുകയാണെങ്കിൽ, അബ്ദി എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ, ബിഹബീബത്തൈഹി അവൻ്റെ ഏറ്റവും പ്രിയങ്കരമായ 2 വസ്തു കൊണ്ട്, യഅനി ഐനൈഹി കണ്ണ്, ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 അവയവം നമ്മൾ കണ്ണാണ്. കണ്ണിൻ്റെ അനുഗ്രഹം നമുക്ക് വിലമതിക്കാൻ കഴിയില്ല. അപ്പോൾ കണ്ണ് കൊണ്ട് അള്ളാഹു ഒരു അടിമക്ക് പരീക്ഷണം ചെയ്തു. കണ്ണിൻ്റെ കാഴ്ച കുറച്ചു അല്ലെങ്കിൽ എടുത്തു പോയി നോക്കാം. ഫസബറ അവൻ ക്ഷമിക്കുകയും ചെയ്തു. എന്നാൽ അവ്വൽതുഹു ഞാൻ അവന് പകരം നൽകും, മിൻഹുമ അത് രണ്ടിനും പകരം, അൽ ജന്നത സ്വർഗം പകരം നൽകും. അവനക്ക് സ്വർഗം പകരം നൽകും. ക്ഷമ ആണ് അതിൽ മെയിൻ. റവാഹുൽ ബുഖാരി. ക്ലിയർ അല്ലേ? അസീസ്ക പറപ്പള്ളി. وعن عطاء بن أبي رباح رضي الله عنه قال قال لي ابن عباس എന്നോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അലാ ഉരീക, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അത്താ റളിയല്ലാഹു അൻഹു, താബിയാണ്. അപ്പോൾ ഉസ്താദ് ശിഷ്യനോട് പറയാണ്, അലാ ഉരീക ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ, ഇമ്രഅത്തൻ ഒരു വനിതയെ, മിൻ അഹ്ലിൽ ജന്നത്തി സ്വർഗത്തിൻ്റെ ആളുകളിൽപ്പെട്ട, സ്വർഗത്തിലെ ജനങ്ങളിൽപ്പെട്ട ഒരു മഹദിയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. ഫഖുൽതു ബലാ, ഞാൻ പറഞ്ഞു, അത്താ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബല അതെ കാണിച്ചു തരൂ ഉസ്താദേ. ഖാല അപ്പോൾ ഇബ്നു അബ്ബാസ് അള്ളാഹു പറയാം, ഹാദിഹിൽ മർഅത്തു ഈ പെൺകുട്ടി, അസ്സവാ ഈ കറുത്ത നിറത്തിലുള്ള പെൺകുട്ടി, വനിത, അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫഖാലത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്റഉ നബിയെ ഞാൻ ബോധരഹിതയാകാറുണ്ട്. ബോധം കെട്ട് അപസ്മാരം പിടിക്കുക എന്നൊക്കെ പറയാൻ പറ്റും. ബോധരഹിതയാകാറുണ്ട്. വ ഇന്നി അത്തകശഫു ബോധം പോവും, അപ്പൊ എൻ്റെ ഔറത്ത് വെളിവാകാറുമുണ്ട്. ഞാൻ അറിയാതെ എൻ്റെ ശരീരത്തിൽ നിന്നും ഔറത്ത് വെളിവാകാറുമുണ്ട്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ തആല അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ലീ എനിക്ക് വേണ്ടി ദുആ ചെയ്തു തരണം നബിയേ എന്ന് പറഞ്ഞു. ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇൻ ഷിത്തി, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, സ്വബർത്തി, നീ ക്ഷമിക്ക്, നീ ക്ഷമിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നീ ക്ഷമിച്ചോ. വലക്കിൽ ജന്നത്തു, നിനക്ക് സ്വർഗമുണ്ട്. വലക്കി, നിനക്കുണ്ട്. അൽ ജന്നത്തു, സ്വർഗമുണ്ട്. വ ഇൻ ഷിത്തി, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, ദഅൗതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അയ്യുആഫിയക്കി, നിനക്ക് ആരോഗ്യം നൽകാൻ, അതായത് ആ രോഗം പോകാൻ വേണ്ടി, നീങ്ങിപ്പോകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം. ഫഖാലത്ത്, അപ്പോൾ ആ ഉമ്മ പറഞ്ഞേ, അസ്ബിറു, ഞാൻ ക്ഷമിക്കാം നബിയേ. ഓഫർ എന്താ? സ്വർഗ. അപ്പം ഞാൻ ക്ഷമിക്കാം. ഫഖാലത്ത്, എന്നിട്ട് മഹദി പറയാണ്, ഇനി അത്തക്കശഫു, പക്ഷേ നബി എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. രോഗമൊക്കെ വന്നോട്ടെ, പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ ഔറത്ത് വെളിവായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ അല്ലാ അത്തക്കശഫ, ഞാൻ അറിയാതെ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ ദുആ എടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അല്ല, അത് സൗദ എന്ന് പറഞ്ഞ കറുത്ത അർത്ഥം. വിശേഷ പേരിടും കേട്ടോ, സൗദ എന്ന് പറഞ്ഞിട്ട് പേരിടും. അത് നമ്മളങ്ങനെ കറുപ്പ് എന്ന് പറയണ്ട, നിറം കുറവുള്ള എന്ന് പറഞ്ഞാൽ മതി. അർത്ഥമായി? അതെ അതെ, ഇതിപ്പോ അങ്ങനല്ല. ഇതിപ്പോ ആ നിറമില്ലാത്ത, നിറം കുറഞ്ഞ പെണ്ണുണ്ടല്ലോ, ഇതിപ്പോ ആ പെണ്ണ് കേൾക്കുന്നൊന്നുമില്ല. ഇത് ആ പെണ്ണിന്റെ അഭിമാനം പറയണം. ആ സ്ത്രീക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിന്റെ ആളുകളിൽപ്പെട്ട ഒരു, അപ്പൊ സ്വർഗത്തിനിക്ക് നിറമോ ഒന്നും പ്രശ്നമല്ല, അതും കൂടി പഠിപ്പിക്കലാണ് ഇതിൽ. വെളുത്തവരാണ് സ്വർഗത്തിലുണ്ടാവുക, കറുത്തവരുണ്ടാവില്ല, അങ്ങനെ വർണ്ണ വർഗ വംശ വിവേചനം സ്വർഗത്തിലില്ല, ഇസ്ലാമിലില്ല എന്നുകൂടി പരിചയപ്പെടുത്തലാണ്. അപ്പം നമുക്ക് ആ ബോഡി ഷെയിം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലല്ല. അത് ഈ നമ്മളിപ്പോൾ ഈ പറയുന്നത്, വിശേഷണം പറയുന്നത് എന്തിനാണ്? ആളെ തിരിച്ചറിയാനാണല്ലോ. ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സൗദ എന്ന് പറഞ്ഞാൽ ഞാൻ കറുത്ത വനിത എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ നാട്ടിലാണ് കറുത്തത് എന്ന് പറയലൊരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചൊരു മോശമല്ലേ എന്നുള്ളത്. അപ്പം നമ്മളതിൻ്റെ അർത്ഥം ഇങ്ങനെ വെച്ചാൽ മതി, അല്പം നിറം കുറവുള്ള, അല്പം നിറം കുറവുള്ള വനിത എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അവൻ ക്ഷമിച്ചു, അങ്ങനെ ഞാൻ പരീക്ഷിച്ചു, അവൻ ക്ഷമിക്കുകയും ചെയ്താൽ അവൽതു, ഞാൻ പകരം നൽകും, ഹു, അവനെ, ആ വ്യക്തിക്ക് ഞാൻ പകരം നൽകും, മിൻഹുമ, ആ രണ്ട് കണ്ണുകൾക്ക് പകരമായി, അൽ ജന്നത്ത, സ്വർഗം പകരം നൽകും, സ്വർഗത്തിനെ പകരം നൽകും. ക്ലിയർ അല്ലേ? ഒരു ഹദീസ് കൂടി പറയാം. وعن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال كأني أنظر إلى رسول الله. كأني, തീർച്ചയായും ഞാൻ, അൻദുറു, നോക്കുന്നത് പോലെയുണ്ട്, ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിലേക്ക്.
ഇപ്പോഴും ഞാനിങ്ങനെ നബി തങ്ങളെ കാണുന്നത് പോലെ ഉണ്ട്. എങ്ങനെയുള്ള നബി? യഹ്കി, ഒരു കഥ പറയുന്നു, നബിയൻ, ഒരു നബിയെക്കുറിച്ച്, മറ്റൊരു നബിയെക്കുറിച്ച്, മിനൽ അംബിയാഇ, നബിമാരിൽ നിന്നും ഒരു നബിയെക്കുറിച്ച് കഥ പറയുന്ന, ചരിത്രം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ നോക്കിയിരിക്കുന്നത് പോലെയുണ്ട് ഇപ്പോഴും. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി, അള്ളാഹുവിൻ്റെ മഹത്തായ രക്ഷയും മഹത്തായ ഗുണവും ആ നബിമാരുടെ മേലുണ്ടാവട്ടെ. സ്വലാത്തു ഇല്ലേതാണ്. എന്താണ് നബിതങ്ങൾ പറയുന്നത് അറിയോ? ലറബഹു, ആ നബിയെ അടിച്ചു, ഖൗമുഹു, ആ നബിയുടെ ഖൗമ്. അങ്ങനെ ഫഅദ്മൗഹു, രക്തമൊലിപ്പിച്ചു അവർ. ആ നബിയെ രക്തമൊലിപ്പിച്ചു, അടിച്ചു, പെരുഞ്ചാതി അടിയടിച്ചു. വഹുവ, ആ നബി യംസഹു, തടവുന്നു, അദ്ദമ, രക്തത്തിനെ, അൻ വജ്ഹിഹി, മുഖത്തുനിന്ന്. അടിച്ച് നല്ല അടി അടിച്ചു, ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട് പല ഭാഗത്തുനിന്നും. മുഖത്തിൽ തലയിൽ നിന്ന് വരുന്ന, മുഖത്തിൽ വരുന്ന ചോര എന്ത് ചെയ്യുന്നു? കൈകൊണ്ട് ഇങ്ങനെ തടവുകയാണ്. യഖൂൽ, ആ നബി പറയുകയും ചെയ്യുന്നു, അല്ലാഹുമ്മ ഗഫിർ, അല്ലാഹുവേ നീ പൊറുത്തു കൊടുക്ക്, ലി ഖൗമി, എൻ്റെ സമുദായത്തിന് നീ പൊറുത്തു കൊടുക്കല്ലാ, ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിയുന്നവരല്ല, അവർ അറിവില്ലാത്തവരാണ്, അവർ അറിവില്ലാത്തവർ, അവർക്ക് പുറത്തു കൊടുക്കല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നബിയെ കുറിച്ച് പറഞ്ഞു. ക്ലിയർ അല്ലേ? അദ്മൗ എന്ന് പറഞ്ഞാൽ രക്തമൊലിപ്പിച്ചു, അവർ രക്തമൊലിപ്പിച്ചു. ദമ് അതിന്റെ വെർബാക്കിയതാണ് ദമിനെ. അദ്മാ, അദ്മയാ, അദ്മൗ, അവർ രക്തമൊലിപ്പിച്ചു.